ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഡ്ഡു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. കുറച്ച് സീഡ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ലഡ്ഡുവാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ വിറ്റാമിൻസും പ്രോട്ടീൻസും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കൂടുതൽ കഴിക്കാൻ പാടില്ല. ഒരു ദിവസം 2 എണ്ണം കഴിക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഫ്ലാക്സ് സീഡാണ്, അതായത് ചണവിത്ത്. ഇതാദ്യം നല്ലതുപോലെ വറുത്തെടുക്കാം. ഇത് ഞാൻ 200 ഗ്രാം എടുത്തു. ഇത് നല്ലതുപോലെ വറുക്കണം. മൂത്ത് വരുമ്പോൾ ഇത് പൊട്ടി വരും, അതുവരെ വറുക്കാം. ഇത് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നാൽ വെള്ളത്തിലിട്ട് കുടിക്കാം. ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുത്തി വരുന്ന ശബ്ദം കേൾക്കാം. ഇനി കുറച്ചുകൂടി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ തണുക്കാൻ മാറ്റി വയ്ക്കുക. ഇപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. പൊട്ടുന്ന സൗണ്ട് നല്ലതുപോലെ കേൾക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് തണുക്കാൻ വയ്ക്കാം. അടുത്ത് ലോട്ടസ് സീഡ് വറുത്തെടുക്കാം. ഇത് താമര വിത്താണ്. ഇതിനെ മക്കാന എന്നും പറയും. ഒരു 3 കപ്പ് വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതിൻ്റെ പുറത്ത് കട്ടി തോടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റണം. ഒരുവിധം ചുവന്ന് വന്നിട്ട് ഇതുപോലെ തോടുണ്ടെങ്കിൽ എടുത്ത് കളയണം. ഇതിൽ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കഴിക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. കയ്യിലെടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ പൊടിയണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ പൊടിയണം. ആ പരുവത്തിന് വറുക്കണം. ഇനി തണുക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ബദാം ഇട്ട് വറുത്തെടുക്കാം. കഴുകിയതിന് ശേഷമാണ് ഞാനിട്ട് വറുക്കുന്നത്. ഇതിൽ വാൾനട്ട്, കാഷ്യൂനട്ട്, പീനട്ട് ഇതെല്ലാം ചേർത്ത് വറുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത്. ഇതിപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതും തണുക്കാൻ വയ്ക്കാം. ഇനി എള്ള് വറുത്തെടുക്കാം. എള്ള് എളുപ്പം മൂത്ത് കിട്ടും. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ഇപ്പോൾ എള്ള് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി എല്ലാം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. പൊടിക്കുന്ന ജാറിലിട്ട് പൊടിച്ചെടുക്കാം. കൂടുതൽ നേരം ഇട്ട് പൊടിച്ചാൽ ഈ എണ്ണ തെളിഞ്ഞു വരും. അതുകൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ പൊടിച്ചാൽ മതി. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇനി ലോട്ടസ് സീഡ് പൊടിച്ചെടുക്കാം. ഇത് എളുപ്പം പൊടിയും. ഇത് നല്ലതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. അടുത്ത് എള്ള് പൊടിക്കാം. എള്ളും ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി. ഇതേപോലെ പൊടിച്ചാൽ മതി. ബദാം പൊടിച്ചെടുക്കാം. ബദാമും എളുപ്പം പൊടിയും. ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ശർക്കര ചേർത്താണ് ഉണ്ടാക്കുന്നത്. 1.5 ഗ്ലാസ് ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ ഉരുക്കിയെടുക്കണം. ഷുഗർ ഉള്ളവർക്ക് ഈന്തപ്പഴം ചേർത്തുണ്ടാക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നതിനും ഈന്തപ്പഴം ചേർക്കാം. പനം കർക്കണ്ട് ചേർത്തും ഉണ്ടാക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം ഉരുവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു നൂൽ പരുവാകുന്നത് വരെ ഇളക്കണം. ഒരു നൂൽ പരുവം ആയോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലൊഴിച്ച് നോക്കണം. എന്നിട്ട് വെള്ളത്തിൽ നിന്നും അത് ഇതേപോലെ ഉരുണ്ട് വരികയാണെങ്കിൽ ഒരു നൂൽ പരുവമായി. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇളക്കണം. ഇതിപ്പോൾ ഉരുണ്ട് വന്നു.
ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി പൊടികളെല്ലാം ചേർത്ത് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കാം. ഒരു നുള്ളു ഉപ്പൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ ഇതെല്ലാം യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. തണുത്തു പോയാൽ ഉരുണ്ട് വരില്ല. അതുകൊണ്ട് ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. കുറച്ച് നെയ്യ് കൂടെ വേണമെങ്കിലും ചേർക്കാം. ഞാനിതിൽ നെയ്യ് ചേർത്തിട്ടില്ല. ഉരുട്ടിയെടുത്തതിന് ശേഷം ഈർപ്പമില്ലാത്ത ബോട്ടിലിൽ അടച്ചു വെച്ചിരുന്നാൽ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കാം. നട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.